മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരി കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിനെ ജാമ്യം വാങ്ങി നൽകിയതെന്തിന്? CPM നേതൃത്വത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത്. ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ മറ്റു പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്ന ധാരണയിലാണ് CPM ഗീന കുമാരിയെ ഇറക്കി കളിച്ചത്. 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് മറ്റു പ്രതികൾക്ക് ജാമ്യം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. അതേസമയം ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതി 27 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസ് എന്ത് ചെയ്തെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത്. കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകിയിരുന്നോ എന്ന് ആരാഞ്ഞ കോടതി ഏകപക്ഷീയമായി ജാമ്യം റദ്ദാക്കാനാകില്ലെന്നും കേസുമായി ബന്ധപ്പെട്ടവരെ വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിനെ നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടു. കേസ് വീണ്ടും ജൂലൈ 13 പരിഗണിക്കും. SFI നേതാവായ ഹരീഷ് കുമാറിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ മീഡിയം നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ശേഷം മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 9ാം പ്രതി SFI നേതാവ് ഹരീഷ് കുമാറിനെ കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ ഹാജരായ പ്രോസിക്യൂട്ടർ കസ്റ്റഡി ആവശ്യമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ജാമ്യം അനുവദിച്ചതെന്ന വിധത്തിൽ വിവാദങ്ങളും ആരംഭിച്ചു. പിന്നാലെ സർക്കാർ മീഡിയം ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത 25 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പല പ്രതികളും രാജിവിട്ടുപോയതായി സംശയിക്കുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ആക്രമണത്തിന് പിന്നിലെ പണമിടപാടുകൾ കണ്ടെത്താൻ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ 9ാം പ്രതിക്ക് ലഭിച്ച ജാമ്യ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഒരു ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും കുറ്റകൃത്യത്തിൽ ഓരോ പ്രതിയുടെയും കൃത്യമായ പങ്കാളിത്തം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു. 9ാം പ്രതിയുടെ പങ്ക് എന്താണെന്ന് ആരാഞ്ഞ കോടതി മറുഭാഗം കേൾക്കാതെ ജാമ്യ ഉത്തരവ് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. സർക്കാർ നൽകിയ കേസിൽ എതിർകക്ഷിയായ ഹരീഷ് കുമാറിനെ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി തൽക്കാലം 2ാം സാക്ഷിയായ മുൻ പ്രോസിക്യൂട്ടർ ഗീന കുമാരിക്ക് നോട്ടീസ് അയക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചു. ED നൽകിയ ഹർജിയിൽ സർക്കാരിന് മ്യൂസിയം പോലീസ് SHOയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. 2ാം കക്ഷിയായ ഹരീഷ് കുമാറിന് ആവശ്യമെങ്കിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാം. ഹൈക്കോടതി 9ാം പ്രതിക്ക് അനുകൂലമായി നടത്താത്ത പരാമർശങ്ങൾ ജില്ലാ കോടതിയിലെ വാദത്തെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പോലീസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T സന്തോഷ് കുമാറാണ് കോടതിയിൽ ഗീന കുമാരിക്കെതിരെ വാദിച്ചത്. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് 9ാം പ്രതി ഹരീഷ് കുമാറിനെ ജാമ്യം ലഭിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. ഗീന കുമാരിയുടെ നടപടി വിവാദമായതിന് പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സന്തോഷ് കുമാറിനെ നിയമിച്ചത്. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു അടക്കമുള്ള പ്രതികളുടെ ജാമ്യ ഹർജിയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ പരിഗണിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ച ശേഷമേ വാദം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹർജി നൽകിയതിനെ തുടർന്ന് തുടർവാദം കേൾക്കുന്നത് മാറ്റി. ജില്ലാ ജഡ്ജിക്ക് മുന്നിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നിലവിലുണ്ട്. ഹൈക്കോടതിയുടെ വാക്കുകൾ ജില്ലാ കോടതികൾക്ക് വേദവാക്യമാണ്. പരിശോധന നടത്താൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കുറ്റം ആര് നടത്തിയാലും അത് ചെറുതായി കാണാൻ കഴിയില്ലെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാദിച്ചു. ആക്രമണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷണം പൂർത്തിയായെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരി പറഞ്ഞത് ശരിയല്ല. പ്രതികൾ നടത്തിയത് ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. പ്രതികളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണം. രാജ്യത്തിന് തന്നെ അപമാനം തോന്നിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ തടയുവാൻ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാദിച്ചു. വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും SPP പറഞ്ഞു. ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതികൾ കേന്ദ്ര ഏജൻസിയോടുള്ള വിരോധം പ്രകടിപ്പിച്ചതാണെന്നും EDയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇപ്പോൾ ഇത്തരം ആക്രമണം ചെറുതായി കണ്ടാൽ ഭാവിയിൽ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കപ്പെടുമെന്നും ED വാദിച്ചു. കേസിൽ 9ാം പ്രതി ആനയറ സ്വദേശി ഹരീഷ് കുമാറിനെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പ്രതികൾ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിനെതിരെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നീക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. സർക്കാരിന്റെ അസാധാരണ നീക്കമായിരുന്നു ഇത്.
ഇടത് സംഘടനാ നേതാവ് കൂടിയായ ടി ഗീനാകുമാരിയെ ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ആഭ്യന്തര വകുപ്പ് കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ടി സന്തോഷ് കുമാറിനെ നിയമിച്ചു. ജില്ലാ കോടതിയിലെ മറ്റു കേസുകളുടെ ചുമതല അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AR ഷാജിക്ക് കൈമാറി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷിന് ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയ നീക്കമാണ് ഇടത് സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനത്തിലൂടെ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരിക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. മജിസ്ട്രേറ്റ് കോടതി തള്ളിയ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂട്ടർ പ്രതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു. 25 പ്രതികളുള്ള കേസിൽ ഇതുവരെ ജാമ്യം ലഭിച്ചത് ഹരീഷിന് മാത്രമാണ്. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ എതിർകക്ഷിയായി ഗീനാകുമാരിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സന്തോഷ് കുമാറിനെയാണ് ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. കേസിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചപ്പോൾ സന്തോഷ് കുമാർ ഹാജരായി. കേസിൽ കക്ഷി ചേർന്ന EDക്ക് വേണ്ടി സന്തോഷ് ജോസും ഹാജരായി. കേസിലെ മറ്റ് 4 പ്രതികളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയാവും ഹാജരാകുക. മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുവരെ പ്രതികൾ സമർപ്പിച്ച മുഴുവൻ ജാമ്യാപേക്ഷകളും തള്ളിയിരുന്നു. അതിനാൽ ഇവിടെ കേസിൽ ഇടപെടേണ്ടതില്ലെന്നാണ് EDയുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ED കക്ഷി ചേർന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. കക്ഷി ചേരാനുള്ള EDയുടെ ആവശ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഒത്തുകളിയെ തുടർന്ന് കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് കേസിൽ കക്ഷി ചേരാൻ ED തീരുമാനിച്ചത്. കേസിൽ മറ്റൊരു പ്രതിയായ ലെനിന്റെ ജാമ്യ ഹർജിയിൽ തങ്ങളുടെ ഭാഗം കേൾക്കണമെന്നും ED ആവശ്യപ്പെട്ടു. ഇതോടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അതിനിടെ ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ജാമ്യത്തെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ട് അവഗണിച്ചാണ് പ്രോസിക്യൂട്ടർ പ്രതിയുടെ കസ്റ്റഡി വേണ്ടെന്ന് വാദിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം ED ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നത് തെളിവ് കണ്ടെത്താറായിട്ടില്ലെന്നാണ് പോലീസ് നിലപാട്. പ്രതികളുടെ ഫോൺ കോളുകളിൽ അസ്വാഭാവികതയില്ലെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സമരത്തിന് എത്താൻ ആവശ്യപ്പെട്ടുള്ള ഫോൺ കോളുകൾ മാത്രമാണ് വന്നിരിക്കുന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കേസിൽ 20-ലേറെ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും ഒരാൾ വിദേശത്തേക്ക് കടന്നെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച് 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചെന്നും ആദ്യ കേസിൽ FIR-ൽ പറയുന്നുണ്ട്. തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നും കേസുണ്ട്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വധശ്രമ കുറ്റം, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന മറ്റു കുറ്റങ്ങൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. വധശ്രമം ഒഴികെയുള്ള കുറ്റങ്ങൾ പോലീസുകാരനെതിരായ ആക്രമണത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 200 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനുള്ള പട്ടിക പോലീസ് തയ്യാറാക്കി വരികയാണ്.